നമ്മുടെ പ്രവാസി കൂട്ടായ്മയുടെ ഭാവി പരിപാടികൾ വിശദീകരിക്കുന്നതിനായി അഡ്വൈസറി കമ്മിറ്റി മെമ്പർ ശ്രീ ഷാജി മാലിക്കിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ അശോകൻ നെല്ലിപ്പറമ്പിൽ, ഇന്ന് ഈ കൾച്ചറൽ സെൻറ്റർ ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ സ്വന്തം നാടിൻ്റെ കഥാകാരി ശ്രീമതി കെ രേഖ, അതുപോലെ തന്നെ കാറളം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു പ്രദീപ്, ശ്രീമതി സുനിത മനോജ്, അതുപോലെ തന്നെ വാർഡ് മെമ്പർമാരായിട്ടുള്ള ജ്യോതി പ്രകാശ്, ജഗതി, അതുപോലെ തന്നെ അജയൻ തറയിൽ, മറ്റ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള നമ്മുടെ നല്ലവരായിട്ടുള്ള നാട്ടുകാരെ, പ്രവാസി അംഗങ്ങളായിട്ടുള്ളവരുടെ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ഈ സംഘടനയെക്കുറിച്ച്, സംഘടന 2018 ആരംഭിച്ച കാലഘട്ടം മുതൽ ഇതുവരെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ സംഘടന രൂപീകരിക്കാൻ ഉണ്ടായ കാരണം? സംഘടന ഇവിടെ അശോകേട്ടൻ സൂചിപ്പിച്ച പോലെ ഒരു പ്രളയകാലത്ത് കുറച്ച് പേരെ സഹായിക്കാനായിട്ട് അശോകേട്ടനും അതുപോലെ തന്നെ സുനിൽ പട്ടത്ത്, ജിനേഷ് കൊണ്ട്രപ്പശ്ശേരി, അതുപോലെ മറ്റ് കുറച്ച് സുഹൃത്തുക്കൾ അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ആ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും നമ്മുടെ നന്ദി തുരുത്ത് പ്രദേശത്ത് ഉള്ള ജനവിഭാഗങ്ങളെ സഹായിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള ഒരു സംഘടന, അല്ലെങ്കിൽ സംഘടന എന്ന് പറയാൻ പറ്റില്ല, കൂട്ടായ്മ. അത് പിന്നീട് വളരെ വിപുലമായ രീതിയിൽ അതിനൊരു സാംസ്കാരിക കേന്ദ്രമാക്കി ഉയർത്തുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി എന്നുള്ള രീതിയിൽ രജിസ്റ്റർ ചെയ്ത് 2019, പിന്നീട് ഇങ്ങോട്ട് ഏകദേശം ഒരു 35 ലക്ഷം രൂപയോളം 107 അംഗങ്ങളായിട്ടുള്ള പ്രവാസികളിൽ നിന്ന് പല ഘട്ടങ്ങളിലായി സമാഹരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ അർഹതപ്പെട്ട പാവപ്പെട്ടവരായിട്ടുള്ള, പ്രത്യേകിച്ചും രോഗബാധിതരായിട്ടുള്ളവരെ സഹായിക്കാൻ നമ്മൾ തയ്യാറായി. വാസ്തവത്തിൽ ഇത്തരമൊരു സംരംഭം തുടങ്ങുന്ന ഘട്ടത്തിൽ അത് നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ പൊതുവെയുള്ളൊരു പ്രത്യേകതയാണ്. അതിനെതിരെ വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉണ്ടാവുക. ഇവരെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇത്തരമൊരു പ്രവാസി കൂട്ടായ്മ വെള്ളാനിയുടെ ചരിത്രത്തിൽ തന്നെ എങ്ങനെയാണ് ഇടം പിടിച്ചത് എന്ന് ഈ കുറച്ച് 6 വർഷത്തെ അല്ലെങ്കിൽ 7 വർഷത്തെ കാലയളവിനുള്ളിൽ ഞങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. വളരെ കൃത്യമായി ഇതിൻ്റെ സാമ്പത്തികം കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഞങ്ങൾ തുടക്കം മുതലേ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഏത് ഒരു അംഗവും പ്രവാസ ലോകത്ത്, മണലാരണ്യത്തിൽ, അതുമല്ലെങ്കിൽ കേരളത്തിൽ വെളിയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരൊക്കെ പ്രവാസികൾ എന്നുള്ള ഗണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ നൽകുന്നതായിട്ടുള്ള ചെറിയ തുകയും വലിയ തുകയും ഇതെല്ലാം സമാഹരിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപേക്ഷ, ഒരു അസുഖമായി ബന്ധപ്പെട്ടുകൊണ്ട്, ചികിത്സാ ചെലവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ പഠനാവശ്യങ്ങൾക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എല്ലാ മേഖലകളിലേക്കും സഹായങ്ങളും പ്രോത്സാഹനങ്ങളും നൽകാൻ തയ്യാറായി കഴിഞ്ഞ 5-6 വർഷം. അത് ഒരു തരത്തിലുള്ള വിവേചനവും കൂടാതെ, അത് പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ചില തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങളൊക്കെ തന്നെ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ചിലർക്ക് തുക കൂടുതൽ കൊടുത്തു, ചിലർക്ക് കുറഞ്ഞു പോയി എന്നുള്ളത്. എന്തായാലും നമുക്ക് ലഭിക്കുന്ന അപേക്ഷ വളരെ കൃത്യമായി പരിശോധിച്ച് ആ രോഗത്തിൻ്റെ തീവ്ര സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട്
നമ്മുടെ അംഗങ്ങളോട് ആവശ്യപ്പെടുന്ന മുറയ്ക്കാണ് ഓരോ അംഗങ്ങളും നമുക്ക് തുക തരുന്നത്. അത് ചിലപ്പോൾ ജോലി ഇല്ലാതിരിക്കുന്ന അംഗങ്ങൾ പോലും, കാരണം പ്രവാസ ലോകത്ത് പോയിട്ടുള്ളവർക്ക്, ജോലി ചെയ്തിട്ടുള്ളവർക്കറിയാം, ചിലപ്പോഴൊക്കെ 3-4 മാസം കഴിഞ്ഞിട്ടായിരിക്കും ജോലി ലഭിക്കുക. ചിലപ്പോൾ ശമ്പളം ലഭിക്കാനായിട്ട് വൈകും. ഒട്ടേറെ പ്രതിസന്ധികളുടെ നടുവിലാണ് ഓരോ പ്രവാസിയും അവൻ്റെ ജീവിതം തള്ളി നീക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ളൊരു പ്രവാസി കൂട്ടായ്മ രൂപീകൃതമാകുമ്പോൾ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ആ ആശങ്കകൾ അകറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ നേട്ടം. ഈ സാംസ്കാരിക കേന്ദ്രം നമ്മളിവിടെ ഉദ്ദേശിക്കുമ്പോൾ തന്നെ അതിലും പലതരത്തിലുള്ള ആശയങ്ങളുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള സ്ഥാപനം എന്തിനാണ് നമുക്ക് എന്നുള്ളത്. 10-20 ലക്ഷം രൂപ ചെലവ് ചെയ്തുകൊണ്ട് ഈ പ്രവാസികൾ, നേരത്തെ സൂചിപ്പിച്ച 107 പ്രവാസികൾ, അവർ സ്വമേധയാ തന്നിട്ടുള്ള 1 രൂപയടക്കം ശേഖരിച്ചുകൊണ്ടാണ് നമ്മളിത് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇത് സ്വന്തമാക്കിയിട്ടുള്ളത് ഈ വെള്ളാനിയിലെ സാംസ്കാരികവും സാമൂഹികമായിട്ടുള്ള പൊതുമണ്ഡലത്തിൽ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നതിന് വേണ്ടി കൂടിയാണ്. പ്രവാസികളായിട്ടുള്ള അംഗങ്ങളായിട്ടുള്ള 100-107 അംഗങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. നമ്മൾ തുടക്കത്തിലെ ഒരു സർവേ എടുത്തപ്പോൾ ഏകദേശം 500-600 അംഗങ്ങൾ അല്ലെങ്കിൽ പ്രവാസികളായിട്ടുള്ളവർ വെള്ളാനിയിലെ ഈ 3 വാർഡിനകത്തുമുണ്ട്. അതിൽ കേവലം 107 പേര് മാത്രമാണ് അംഗങ്ങളായിട്ടുള്ളത്. ഇതിനകത്ത് ജാതി, മത, കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. ആർക്കും ഏതു തരത്തിലുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം, അത് നമ്മൾ ഇടപെടുന്ന മേഖല എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, കലാകായിക മേഖലയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, പരിസ്ഥിതി വിഷയങ്ങളിൽ നമ്മൾ ഇടപെടുന്നുണ്ട്, ആരോഗ്യ മേഖല, കാർഷിക മേഖല, ഇതിലെല്ലാം ചെറിയ രീതിയിൽ നമ്മൾ ഇടപെടുന്നുണ്ട്. ഇനി ഭാവിയിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഈ കൾച്ചറൽ സെൻട്രൽ ഇവിടെ ഒരു ആസ്ഥാനം നമുക്ക് വന്നതോടുകൂടി ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ ആലോചനയിലുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് അഭ്യസ്തവിദ്യരായിട്ടുള്ള ഒട്ടേറെ പേർ ഉള്ള ഒരു പ്രദേശമാണ് നമ്മളുടെ ഈ വെള്ളാനി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമം. അഭ്യസ്തവിദ്യരായിട്ടുള്ള അവർക്ക് തൊഴിൽ തേടുന്നതായിട്ടുള്ള അവസരം, ഇന്ന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് സ്കിൽ ഡെവലപ്മെൻ്റ് ആണ്. ഒരു ജോലി അല്ലെങ്കിൽ ഒരു പഠനം പൂർത്തിയായാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാവീണ്യം, ആ വിഷയത്തിലുള്ള പ്രാവീണ്യം, അതിന് പരിശീലനം നൽകുന്ന തരത്തിലേക്കുള്ള ഒരു കോച്ചിങ് സെൻറ്റർ നമ്മൾ വിഭാവനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സാഹിത്യ കലാരംഗത്ത് നമ്മുടെ പ്രതിഭകളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഒട്ടേറെ സംവിധാനങ്ങൾ ഇന്ന് സ്കൂളുകളിലും മറ്റ് കോളേജുകളിലും ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ പോലും ഒരു കൈത്താങ് അല്ലാതെ നമുക്ക് എല്ലാം ചെയ്തു തീർക്കാമെന്നുള്ളൊരു അർത്ഥത്തിലല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഒരു പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ള ഉദ്ദേശം ഇതിന് പുറകിലുണ്ട്. പലരും മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചിത്രകല പഠിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ വെള്ളാനിയിൽ തന്നെയുള്ളൊരു ചിത്രകല കഴിവുള്ള വ്യക്തി, അദ്ദേഹം സ്വമേധയാ ഒരു ഫീസും വേണ്ട കുട്ടികൾക്ക് ചിത്രകല ഞാൻ അഭ്യസിപ്പിക്കാം, അതുപോലെ തന്നെ കുട്ടികൾക്ക് സൗജന്യമായിട്ട് ട്യൂഷൻ എടുക്കാം എന്ന് പറഞ്ഞ് വന്നിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള നമ്മുടെ നാട്ടിലെ ആളുകളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. നമ്മൾ വെള്ളാനിയിലെ ജനങ്ങൾ ഒട്ടേറെ ആശങ്കപ്പെടുന്നൊരു വിഷയമാണ്. കായിക രംഗത്ത് നമുക്ക് ഒട്ടേറെ മികവ് പുലർത്തിയിട്ടുള്ളവരുണ്ട്. എന്നാൽ അവർക്കൊക്കെ വേണ്ട കളിസ്ഥലം ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. തീർച്ചയായിട്ടും നമ്മളുടെയൊക്കെ തന്നെ ഓൺലൈൻ ചർച്ചകളിൽ വെള്ളാനിയിലെ ഏതെങ്കിലും പ്രദേശത്ത് ഇവിടുത്തെ ഭരണാധികാരികളുമായും ഒക്കെ തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കളിസ്ഥലം ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ പോലും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ ഒട്ടേറെ, ഇപ്പോൾ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല എങ്കിൽ പോലും അനൗപചാരികമായിട്ടൊരു കണക്ക് കാണാൻ കഴിയുന്നത് ഒട്ടേറെ ക്യാൻസർ രോഗബാധിതരായിട്ടുള്ളവർ തിങ്ങി നിറഞ്ഞ ഒരു പ്രദേശമായി വെള്ളാനി മാറിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും അതിനൊട്ടേറെ
ഘടകങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള രോഗങ്ങൾക്കെതിരെ മുൻകരുതൽ നടപടികൾ അല്ലെങ്കിൽ അതിനു വേണ്ടതായിട്ടുള്ള ബോധവൽക്കരണ പരിപാടികൾ അത് സംഘടിപ്പിക്കുന്നതിനുള്ള ആലോചനകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. തീർച്ചയായിട്ടും ഏറ്റവും ഒരു സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ട ഒന്നാണ് വായനശാല. വെള്ളാനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്ന്. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് വിശ്വപ്രസിദ്ധനായിട്ടുള്ള സാഹിത്യകാരൻ MT നമ്മെ വിട്ടു പിരിഞ്ഞത്. ഒട്ടേറെ സാഹിത്യകാരന്മാർ അതുപോലെ തന്നെ കലാകാരന്മാർ വെള്ളാനിക്കകത്തുമുണ്ട്. നമുക്ക് കൂടുതൽ സാഹിത്യകാരന്മാരെയും കലാകാരന്മാരെയും സൃഷ്ടിക്കാം. അതിന് നമുക്ക് ഒരു വായനശാല തീർച്ചയായിട്ടും ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന ഒന്ന് തന്നെയാണ്. ഒരുപക്ഷെ നമ്മളിന്ന് ജീവിക്കുന്നത് ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗത്തിലാണ്. എന്തിനാണ് നമുക്ക് പുസ്തകങ്ങൾ? ആരാണ് പുസ്തകം വായിക്കുന്നത്? ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കഥാകാരി എത്രയോ പുസ്തകങ്ങൾ, അത് എത്ര പേർ, നമ്മൾ വെള്ളാനിയിലെ തന്നെ പേർ മറിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് പോലും ഞാൻ ചിലപ്പോൾ സംശയിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മുറ്റത്തെ മുല്ലയ്ക്ക് മണം ഇല്ല എന്നോ ഉണ്ടോ എന്നോ ഞാൻ പറയുന്നില്ല. പക്ഷെ അതുപോലും നമുക്ക് അന്യമാകുന്നു, പരസ്പരം അറിയാതെ പോകുന്നു. ഇത്തരമൊരു ലോകക്രമത്തിൽ പ്രവാസി കൂട്ടായ്മ ചെറിയൊരു ഇടപെടൽ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒട്ടേറെ പ്രവാസികളെ നമുക്ക് ഇനിയും സമീപിക്കേണ്ടതായിട്ടുണ്ട്. ഈ 500-600 പ്രവാസികളും നമ്മളുടെ അംഗങ്ങളാകാൻ ഉള്ള ശ്രമം ഞങ്ങൾ നടത്തുന്നു. നല്ലവരായിട്ടുള്ള നാട്ടുകാരുടെ എല്ലാ തരത്തിലുള്ള സഹകരണവും ഈ ഭാവി പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.